നമസ്കാരം. ഷാജി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒഴിച്ചുകറിയാണ്. സിമ്പിളായിട്ടുള്ളൊരു ഒഴിച്ചുകറിയാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ പരിപ്പും ചീരയും, നല്ല നാടൻ ചീരയാണ്, ചുവന്ന ചീര. ഇതുകൂടെ ചേർത്തൊരു നല്ലൊരു അടിപൊളി ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കുകയാണ്. അതിനുമ്പോൾ നമ്മുടെ ചാനലൊക്കെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഈ പരിപ്പൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. നമ്മളിവിടെ ഒരു കുക്കറാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഇതിലോട്ടൊരു 200 ഗ്രാം പരിപ്പുണ്ട്, 1 കിലോളം. അപ്പോൾ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ കുക്കർ എടുത്തിരിക്കുന്നത്. നമുക്കല്ലാതെ അതെല്ലാം വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്കിതിന് ആവശ്യത്തിനുള്ള വെള്ളം അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. പരിപ്പ് വേകാനുള്ള വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്കൊരു 2 പച്ചമുളക്, കറിവേപ്പില, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണയുടെ കൂടെ ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നല്ലോണം വേവിച്ചെടുക്കാം. ഇതൊന്ന് വേകട്ടെ. അവിടെ വേകട്ടെ. നമുക്ക് ഒരു അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനാവശ്യമുള്ള അരപ്പൊന്ന് തയ്യാറാക്കാം. തേങ്ങ, കുറച്ച് വെളുത്തുള്ളിയാണ്, കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് ജീരകം, നല്ല ജീരകമാണ്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് അരച്ചുകൊണ്ട് വരാം. അപ്പോൾ പരിപ്പ് നമുക്ക് തുറന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. നമുക്ക് കറി റെഡിയാക്കാം. നമുക്ക് ചട്ടിയിലിട്ട് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചീര ഇതിലോട്ടിടാം. ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലോട്ട് പരിപ്പൂടെ ചേർത്ത് കൊടുക്കാം. ചീര വാടിയിട്ടുണ്ട്. കുറച്ച് വെള്ളം അങ്ങോട്ട് ചേർക്കാം. ഇതൊരു ചെറുതായിട്ടൊന്ന് തിളക്കട്ടെ. അങ്ങനെ നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന അരപ്പൂടെ ഇതോട്ട് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പൊന്ന് ടെസ്റ്റ് ചെയ്യണം, ചെക്ക് ചെയ്യണം. ഉപ്പ് കുറവാണ്. ലേശം ഉപ്പുകൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ അങ്ങോട്ട് വെച്ചേക്കാം. പരിപ്പാകുമ്പോൾ ഇത് കുറുകും. കുറച്ച് വെള്ളം കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തൊരു 2-3 മിനിറ്റ് കൂടെ ഒന്ന് ചെറുതായിട്ട് തിളപ്പിച്ചെടുക്കാം. നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്.
നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്തേക്കാം. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ലാസ്റ്റ് ഇനി കടുകൂടെ ഒന്ന് നമുക്ക് താളിപ്പൂടെ റെഡിയാക്കാം. അങ്ങോട്ട് മാറ്റി നമുക്ക് താളിപ്പ് റെഡിയാക്കാം. താളിപ്പ് കൂട്ടാൻ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. താളിപ്പൂടെ അങ്ങോട്ട് ശരിയാക്കിയിടാം. ഇട്ട് കൊടുക്കാം. ചെറുള്ളി ചെറുതായിട്ട് അരിഞ്ഞതൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. രണ്ട് വറ്റൽമുളകും കറിവേപ്പില അങ്ങോട്ട് ആവശ്യത്തിന് അങ്ങോട്ട് അരിയിടാം. മൂപ്പ് ചെയ്യാം നല്ലപോലെ. താളിപ്പം നമുക്ക് അങ്ങോട്ട് ഇടാം. മുകളിലോട്ട് ഇട്ടേക്കാം. അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചീരയും പരിപ്പൂടിട്ടുള്ള നല്ല അടിപൊളി കറി റെഡിയായിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു കറിയാണ്. നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ.